ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യേകാൽ കഷ്ടാനുഭാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു ദിനമാണിന്ന്. എന്നാൽ സഭയെ സംബന്ധിച്ച് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ദിവസം വളരെയധികം പ്രാധാന്യമുള്ളതാകിയ കഷ്ടാനുഭാഴ്ച നമ്മളിന്ന് ആരംഭിക്കുന്നുവെങ്കിലും ആ കാനോനികപരമായ നോമ്പിൻ്റെ പ്രാധാന്യം വളരെയധികം പ്രസക്തമാണ്. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്നു, സ്വർഗീയ ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ സത്വർത്തമാനം പറയുവാൻ ഗലീലായിലെ നസറേത്ത് പട്ടണത്തിലേക്ക് മാതാവിൻ്റെ അടുക്കൽ ദൂതൻ വരുന്ന മഹത്തായ ദിവസം. ദൈവസൃഷ്ടിയായിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത കന്യകയെ ദർശിക്കുവാൻ യഹോവയായ ദൈവം മാലാഖമാരുടെ തലവനായ ഗബ്രിയേലിനെ അയക്കുക. ഗബ്രിയേലിൻ്റെ ദൈവസന്നിധിയിൽ നിന്നുള്ള വരവാണ് ഈ ദിവസത്തിൻ്റെ വളരെയധികം പ്രാധാന്യം. പ്രത്യേകിച്ച് ദൂതനെ സംബന്ധിച്ച് ഒരു കാര്യമാണ് പറയുവാനുള്ളത്. ദൈവം എന്താണോ തന്നോട് പറഞ്ഞിട്ടുള്ളത് അത് പറയുവാൻ വേണ്ടി, മറിയത്തോട് പറയുവാൻ വേണ്ടി മാലാഖ കടന്നു വരുന്ന സുന്ദരമായ ഒരു ദിവസം. മനുഷ്യ സൃഷ്ടിയിലേക്ക് പിറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള സത്വർത്തമാനമാണ്. ഒരുപക്ഷെ ആ കന്യക കേവലം 13 വയസ്സോളം ഉള്ള ഒരു പെൺകുട്ടിക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള കഴിവുകളില്ലെങ്കിലും അത്യുന്നതന്റെ ശക്തി അവിടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവയെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം പ്രാപ്തയായി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവം മനുഷ്യനായി എന്ന സദ്വർത്തമാനം പറയുവാൻ മാലാഖയെ അയക്കുമ്പോൾ യഹോവയായ ദൈവം മാലാഖയോട് പറയുകയാണ്, കന്യകയുടെ അടുക്കൽ ചെന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ മാലാഖ ഒരിക്കൽ പോലും സംശയിച്ചില്ല. കാരണം ദൈവം എന്തെങ്കിലും പറയുന്നുവെങ്കിൽ അത് പൂർണ്ണമായും സംഭവിക്കുന്നതാണെന്ന് മാലാഖയ്ക്കറിയാം. മാലാഖ വിശ്വാസത്തോടു കൂടിയാണ് കന്യകയുടെ അടുക്കലേക്ക് വരുന്നത്. യഹോവ പറഞ്ഞ വാക്കുകൾ, ദൈവം തമ്പുരാൻ സംസാരിച്ച വാക്കുകൾ, ഇതുപോലെ നസറേത്ത് പട്ടണത്തിലെ കന്യകയുടെ അടുക്കൽ ചെന്ന് ദൈവം അവളിൽ ജനിക്കുവാൻ പോകുന്നു എന്ന് പറയുന്ന സദ്വർത്തമാനം പറയുമ്പോൾ എത്രമാത്രം വിശ്വാസത്തോടെ ആ വലിയ കർമ്മങ്ങൾ, ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ മാലാഖ കടന്നു വരുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഈ സാധ്യതകളെക്കുറിച്ച് മാലാഖയ്ക്ക് വിശ്വാസമുണ്ടായി. ദൈവത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് മാലാഖ വിശ്വസിച്ചതുകൊണ്ടാണ് ആ കന്യകയുടെ അടുക്കൽ വന്ന് പറയുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി അവിടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മാലാഖ ആദ്യത്തെ വാക്കുകൾ പറയുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം. സ്വർഗത്തിലെ ദൈവം പറഞ്ഞ വാക്കുകൾ പറയുവാൻ കടന്നു വരുമ്പോൾ മാലാഖ ദൈവം പറഞ്ഞ വാക്കുകളല്ല ആദ്യം പറയുന്നത്. പക്ഷേ മാതാവിനെ കണ്ടപ്പോൾ ആ ദൈവിക തേജസ് അമ്മയിൽ ദർശിച്ചു കഴിഞ്ഞപ്പോൾ മാലാഖ പറയുകയാണ്, നീ കൃപ നിറഞ്ഞവളാണ്. കാരണം നീ കൃപ നിറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആ അനുഗ്രഹം നിന്നിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ദൈവപുത്രൻ ഇങ്ങനെ ജനിക്കുമെന്ന് പറയുന്നത് ഒരിക്കലും അസംഭവമാണ്. അതുകൊണ്ട് കൃപ നിറഞ്ഞവളെന്ന് മാലാഖ പറയുന്നതിന് ദൈവത്തിൻ്റെ തേജസ് പ്രാർത്ഥനാപൂർവമായ ജീവിതത്തിലൂടെ ഈ അമ്മ നേടിയെടുത്തു, ഈ പെൺകുട്ടി നേടിയെടുത്തു എന്നതിലാണ് മാലാഖ അതിശയിച്ചതും അവളെ വന്ദിക്കുന്നതും എന്നുള്ളത് നമ്മൾ ഓർക്കണം. അവളെ വന്ദിക്കുക എന്ന് പറഞ്ഞാൽ ദൂതൻ ദൈവത്തെ മാത്രമേ വന്ദിക്കാറുള്ളൂ. ആ വന്ദിക്കുന്ന ദൈവം ഇന്ന് ഒരു മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടിട്ട്, അവളെ കണ്ടിട്ട് വന്ദിക്കുക എന്ന് പറയുമ്പോൾ വലിയ അർത്ഥമാണ് അതിനകത്തുള്ളത്. കാരണം ദൈവത്തിൻ്റെ ആ പ്രഭ അവളുടെ പ്രാർത്ഥനാപൂർവ ജീവിതത്തിലുള്ള നേടിയെടുത്തു എന്നതാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് അവളിലേക്ക് മാലാഖ വന്നിട്ട് പറയുകയാണ്, കൃപ നിറഞ്ഞവളാണ്, അവളെ വന്ദിക്കുക. ദൂതൻ അകത്ത് വന്ന് അവളെ വന്ദിച്ച് അവളോട്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറയുക. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ രണ്ടാമത്തെ ഒരു ഭാഗവും കൂടി എടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, എലിസബത്ത് എന്ന് പറയുന്ന സഖറിയാവിൻ്റെയും അല്ലെങ്കിൽ സ്നാപക യോഹന്നാന്റെ അമ്മയാണ്. പരിശുദ്ധ കന്യാമറിയാവിനെ കാണുമ്പോൾ പറയുന്നുണ്ട്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി. അപ്പൊ ഇവയെല്ലാം കൂടെ ചേർത്തിട്ടാണ്
നമ്മൾ കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന മാലാഖയുടെ പ്രാർത്ഥനകൾ, മാലാഖയുടെ വാക്കുകളും അതുപോലെ എലിസബത്തിന്റെ വാക്കുകളും ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അമ്മയുടെ കൃപകൾ എന്തൊക്കെയാണ്, അമ്മയുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. അവസാനമായി നമ്മൾ പറയുന്നുണ്ട്, മാലാഖ ഞങ്ങൾക്ക് വേണ്ടി മരണസമയത്ത് കൂടി നീ അപേക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ അതിനകത്ത് കൂട്ടിച്ചേർത്തുവെന്ന് മാത്രം. അതുകൊണ്ട് കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്നും നീ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്നും കൃപ നിറഞ്ഞവളാണെന്നും നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു എന്നുള്ള ഈ കാര്യങ്ങളൊക്കെയും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ മാലാഖയിലൂടെ വിളിച്ചു പറയും. നമ്മളത് നിസ്സാരമല്ല. ഒരാളെ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ്. കന്യമറിയാം ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ചില വാക്കുകൾ വന്ന് കേൾക്കുമെന്ന്. അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. പക്ഷേ അവളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഇത്രമാത്രം കൃപ നിറയുവാൻ കഴിയുന്നതാണെന്ന് വിശ്വസിക്കുവാൻ അസാധ്യം തന്നെയാണ്. അവിടെയാണ് കന്യമറിയാം എത്രമാത്രം ഈ ഭൂമിയിലെ ജീവിതത്തിൽ ദേവാലയ ബന്ധത്തിൽ വർഷങ്ങളോളം ജീവിച്ചിട്ട് ഒരു പുരോഹിതന്മാർക്കോ മഹാപുരോഹിതന്മാർക്കോ ആർജിച്ചെടുക്കുന്നതിനേക്കാൾ ഏറിയ പ്രകാശം ഒരു ദേവാലയ ബന്ധത്തിലൂടെ അമ്മ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അസാധ്യമല്ലാത്ത ചില കാര്യങ്ങൾ ഈ സൃഷ്ടിയിൽ ദൈവം നൽകിയിട്ടുണ്ട്. എല്ലാ സൃഷ്ടിക്കും ദൈവത്തോടടുത്ത ഈ മനോഹരമായ അവസ്ഥയിലേക്ക് ഉയരാമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്നാൽ എന്നെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്, മാലാഖ വന്നിട്ട് പറയുകയാണ് നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പ്രജ ജനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ കേട്ടത് കാതിലൂടെ, അത് അവളുടെ ഉദരത്തിൽ പ്രജയായി മാറി. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതിന് ഉത്തരം ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല എന്നുള്ളതാണ് മാലാഖ കന്യമറിയാമിനോട് പറയുന്നത്. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, എലിസബത്തിന്റെ അടുക്കൽ കന്യമറിയാൻ കടന്നു ചെല്ലുമ്പോൾ അവൾ ഒരു ഗ്രീറ്റിംഗ്സ്, അതായത് നന്ദിയോടുകൂടി അവളെ വന്ദിക്കുന്ന സന്ദർഭത്തിൽ അവളുടെ ഉള്ളിലുള്ള പ്രജ തുള്ളിച്ചാടി എന്ന് പറയും. അതായത് ഒരു ശബ്ദം കന്യമറിയാമിൽ നിന്ന് എലിസബത്തിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ എലിസബത്തിന്റെ ചെവിയിലൂടെ പ്രജയുടെ അടുക്കിലേക്ക് അത് ചെന്നു. അപ്പോൾ പ്രജ 6 മാസം പ്രായമുള്ള സ്നാപയോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തുള്ളിച്ചാടുമ്പോൾ നമുക്കൊരു പുതിയ അറിവ് നൽകുകയാണ്. എന്താണെന്നറിയാമോ? മാലാഖയുടെ കാതിലേക്ക് അല്ലെങ്കിൽ മാലാഖയുടെ വാക്കുകൾ കന്യമറിയാമിന്റെ കാതിലേക്ക് വന്നപ്പോൾ എങ്ങനെ ഒരു പ്രജ ഉണ്ടായി എന്ന് ചോദിച്ചതിന് ഉത്തരമാണ് ഇതുപോലുള്ളൊരു അത്ഭുതം. എലിസബത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ കന്യമറിയാമിന്റെ ശബ്ദം എലിസബത്തിന്റെ കാതുകളിൽ പതിച്ചപ്പോൾ അവളുടെ ഉള്ളിലെ പ്രജ തുള്ളിയതുപോലെ നമുക്കൊരു പുതിയ അറിവ് നൽകുകയാണ്. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരുന്ന ശബ്ദം കന്യകയുടെ കാതിലൂടെ കയറിയപ്പോൾ അവളുടെ ഉള്ളിലെ പ്രജ ഒരു സൃഷ്ടിയായി രൂപപ്പെടുവാൻ സാധ്യതയായി കഴിഞ്ഞു എന്നുള്ള. അപ്പോൾ ഈ ഒരു അറിവിൽ നിന്നാണ് നമ്മൾ കന്യമറിയാമിനെയും ദൂതനെയും തമ്മിൽ കാണേണ്ടത്. അപ്പോൾ ദൈവം പറയുന്ന വാക്കുകൾ പറയുവാൻ മാലാഖ വന്ന ദിനമാണ് സത്യത്തിൽ ഈ അനൻസിയേഷൻ ഡേ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ അല്ലെങ്കിൽ കന്യമറിയാമിനോടുള്ള വചനിപ്പ്. ദൈവം നിന്നെ തിരഞ്ഞെടുത്തുവെന്നും നിന്റെ ജീവിത വിശുദ്ധി ദൈവത്തിന് ഇഷ്ടപ്പെട്ടുവെന്നും നിന്നിൽ പിറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതുമാണ് ഈ തിരുവചനത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. അതായത് ദൈവം നിന്നെ തിരഞ്ഞെടുത്തു, നിന്റെ ജീവിത വിശുദ്ധി ദൈവം ഇഷ്ടപ്പെട്ടു, നിന്നിൽ വന്ന് പിറക്കുവാൻ ദൈവം തയ്യാറാകുന്നു. പക്ഷേ എങ്കിലും മാലാഖ ഒരു അനുവാദം ചോദിക്കുക. സ്വർഗത്തിലെ ദൈവം ഒരു സൃഷ്ടിയോട് ഞാൻ നിന്നിൽ പിറക്കട്ടെ എന്ന് അനുവാദം ചോദിക്കാൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ദൈവത്തിന്റെ ആ മഹാസ്നേഹത്തെ നമുക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നിൽ പിറക്കുന്നു എന്ന് പറഞ്ഞാൽ പോലെ നമ്മളെയൊക്കെ നിർമ്മിച്ചൊരു ദൈവം, പക്ഷേ സൃഷ്ടാവ് സൃഷ്ടിയോട് അനുവാദം ചോദിച്ചിട്ടാണ് അവളുടെ ഉള്ളിൽ കയറുവാൻ ദൈവം അത് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിനായി തയ്യാറെടുക്കുന്നത് എന്നുള്ളത് ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും. എങ്കിലും നിന്നോട് അനുവാദം ചോദിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടെയാണ് പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ. ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാണ് അമ്മയുടെ വിനയം. ഒരുപക്ഷെ ദൈവപുത്രൻ ജനിക്കാൻ വരുമ്പോഴും ദൈവപുത്രൻ ജനിച്ചപ്പോൾ കന്യമറിയാമിനെ ശ്രദ്ധിച്ചാൽ അറിയാം. കന്യമറിയാമിന്റെ ഉദരത്തിൽ കുഞ്ഞ് ജനിച്ച ഉടൻ അല്ലെങ്കിൽ ആ മാലാഖയുടെ ശബ്ദം ഉള്ളിൽ വന്നപ്പോൾ തന്നെ അമ്മ ക്രിസ്തു ആരാകുന്നത് തെളിയിച്ചു. തന്റെ ഉള്ളിൽ ജനിക്കുന്ന ക്രിസ്തു ആരാകുന്നത് തെളിയിക്കുന്നതിന്റെ ഉത്തരമാണ് എലിസബത്തിനെ പോയി ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മുടെ ഉള്ളിൽ വരുന്നു എന്നതിന്റെ അർത്ഥം
നമ്മുടെ പ്രവൃത്തികളിൽ ആ ശുശ്രൂഷ മനോഭാവം ദൈവത്തിൻ്റെത് ഉണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്. നമ്മുടെ പിതാക്കന്മാർ മാർച്ച് മാസം 25 ഡിസംബർ മാസം 25 തമ്മിലൊന്ന് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, 9 മാസത്തിൻ്റെ കാലയളവുണ്ട്. ആ 9 മാസത്തെ കാലയളവിൻ്റെ അർത്ഥം എന്താ? ആ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്, കന്യകയിൽ ജനിച്ച പുത്രൻ പൂർണ്ണ മനുഷ്യനാണ്. അദ്ദേഹം പൂർണ്ണ ദൈവമാണെങ്കിൽ അതോടൊപ്പം തന്നെ പൂർണ്ണ മനുഷ്യനാണ്. പൂർണ്ണ മനുഷ്യനാകണമെങ്കിൽ 9 മാസം വേണം. അതുകൊണ്ടാണ് ഈ മാർച്ച് 25 ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ക്രിസ്തു ജനിച്ച ദിവസം ഡിസംബർ 25 പറയുമ്പോൾ മാർച്ച് 25 എന്ന് പറയുന്നത് 9 മാസത്തെ കാലയളവുണ്ട്. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഏത് നോയമ്പ് ദുഃഖവെള്ളിയാഴ്ച വന്നാൽ പോലും മാർച്ച് 25 വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷമേ മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, ദൈവം മനുഷ്യനായില്ലെങ്കിൽ നമുക്കെങ്ങനെ കഷാനുവാഴ്ച നടത്താൻ പറ്റും? നമുക്കെങ്ങനെ ദുഃഖവെള്ളിയാഴ്ച നടത്താൻ പറ്റും? നമുക്കെങ്ങനെ ഉയർപ്പ് നടത്താൻ പറ്റും? അതുകൊണ്ട് ക്രിസ്തു ജനിക്കുന്ന ദിവസം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ മനുഷ്യനാകുവാൻ ഒക്കെ വേണം മാലാഖയോട് പറഞ്ഞ ദിവസത്തിലാണ് വളരെയധികം പ്രാധാന്യമുള്ളത്. അതിനുശേഷമാണ് ബാക്കിയെല്ലാം. ക്രിസ്തുവിന്റെ മരണമായിക്കൊള്ളട്ടെ, പെസഹായുടെ ദിവസമായിക്കൊള്ളട്ടെ, ഉയർപ്പായിക്കൊള്ളട്ടെ, എല്ലാത്തിൻ്റെയും പിന്നിൽ ലോകരക്ഷകനായ ക്രിസ്തു ജനിച്ച് സാധിക്കുന്നു. അതുകൊണ്ടാണ് മാർച്ച് 25 വളരെയധികം പ്രാധാന്യത്തോട് സഭ കാണുന്നു. പിതാക്കന്മാരിത് കണ്ടിട്ടാണ് ആ ഒരു ദർശനത്തിലൂടെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള അർത്ഥമാണ് ദൈവം യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നത് തെളിയിക്കുന്നത് കൂടിയാണ് ഈ മഹത്തായ സംഭവം. അതുകൊണ്ട് മാലാഖയുടെയും എലിസബത്തിൻ്റെ വാക്കുകൾ പോലെ നമുക്കും അമ്മയെ കാണുമ്പോൾ കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. ഇത് മാലാഖ പറഞ്ഞ വാക്കുകൾ നമ്മൾ പറയുക, എലിസബത്ത് മാതാവിൽ കണ്ട വാക്കുകൾ നമ്മൾ പറയുക. നമ്മൾ അത്രയും അവരെ പോലെ ഒന്നും ഉയർന്നിട്ടില്ലെങ്കിലും പരിശുദ്ധാത്മാവിൽ വളർന്നിട്ടില്ലെങ്കിലും ദൈവപുത്രന്റെ അടുക്കൽ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ മാലാഖയുടെ വാക്കുകളും കന്യമറിയാമിന്റെ വാക്കുകളും ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ദൈവം വസിച്ചതിനാൽ അമ്മയെ നമ്മൾ തെയോത്തോക്കോസ് എന്ന് വിളിക്കുന്നു. ദൈവത്തിന്റെ അമ്മയെന്നാണ് നമ്മൾ വേറെ ഒന്നും അല്ല വിളിക്കുന്നത്. ദൈവത്തിന്റെ അമ്മയെന്ന് നമ്മൾ അമ്മയെ വിളിക്കുക, മറ്റൊന്നും കൊണ്ടല്ല. കാരണം അവളിൽ വസിച്ചത് ദൈവത്തിന്റെ അമ്മയാണ്, ദൈവത്തിന്റെ പുത്രനാണ്. അതുകൊണ്ട് നാം വഹിച്ച അമ്മയെ തെയോത്തോക്കോസ് എന്ന് വിളിച്ച് ദൈവമാതാവ് എന്ന് വിളിച്ചുകൊണ്ട് ജീവിക്കുന്നു. ദൈവത്തെ വഹിച്ച അമ്മയുടെ മഹത്തായ ജീവിതമാണ് ഈ ദിവസത്തിന്റെ പ്രാധാന്യം. മാർച്ച് 25 കൂടുതൽ അനുഗ്രഹീതമായി നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാലാഖ സംസാരിച്ച കന്യമറിയാമത്തിനെ പൂർണ്ണ വിശുദ്ധിയോട് ആദരവോട് പ്രണമിക്കുവാൻ, ആ അമ്മയെ വന്ദിക്കുവാൻ നമുക്കും സാധ്യമാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ കൃപകൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.